വെച്ച് മണ്ഡലങ്ങൾ മറുകണ്ഠം ചാടി വരുന്നവർക്കോ? മൂന്നിടങ്ങളിൽ കണ്ണുനട്ട് ബി.ജെ.പി. മറ്റു പാർട്ടികളിൽ നിന്നും വരുന്നവർക്ക് അവസരം നൽകാനാണ് സീറ്റുകൾ പലതും ഒഴിച്ചിട്ടതെന്നാണ് പാർട്ടിയിലെ ചർച്ച. എന്നാൽ ദീർഘകാലമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ തഴഞ്ഞ് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തുന്നതിലും അസ്വസ്ഥതയുണ്ട്. കേരളത്തിലെ രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ മുന്നേറിയിട്ടും ബി.ജെ.പിയുടെ 4 മണ്ഡലങ്ങളിൽ തീരുമാനം വൈകുന്നതിൽ അണികൾക്ക് ആശയക്കുഴപ്പമുണ്ട്. മറ്റ് രണ്ട് മുന്നണികളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടും സാധാരണ രീതിയിലുള്ള പ്രചരണമല്ലാതെ തീവ്രതോതിലുള്ള നീക്കം നടത്താൻ ബി.ജെ.പിക്ക് കഴിയുന്നില്ല എന്നതാണ് പ്രവർത്തകരുടെ പരാതി. മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് അവസരം നൽകാനാണ് സീറ്റുകൾ പലതും ഒഴിച്ചിട്ടത് എന്നാണ് പാർട്ടിയിലെ ചർച്ച. അവനെ ഒഴിവാക്കി പത്മജ വേണുഗോപാലിനെ ഉദ്ഘാടകയാക്കിയതിൽ അമർഷം ഉയർന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ആരൊക്കെ വരുന്നതെന്ന് അറിയില്ല. എല്ലാവരും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് എവിടെയാണെന്നും ഇതൊക്കെ ഞാൻ പറയില്ല, എനിക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഇങ്ങനെ പറയാൻ പറ്റുന്ന ഞാൻ ഈ ചർച്ച മുഴുവനുണ്ട്. ഇപ്പോഴും അവർക്ക് ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഗവൺമെന്റ്, മോഡി ഗവൺമെന്റ് കേന്ദ്രത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലിരിക്കുന്നു എന്ന് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ 65 വർഷത്തിലേറെ നാടിന്റെ ഭരണം കുത്തകയാക്കി കൈയടക്കി വെച്ച കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ആ അധികാരത്തിന്റെ കെട്ട് എന്ന് പറയുന്നത് ഹാങ് ഓവർ. തലേ ദിവസം നല്ല നന്നായിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും ആ ഹാങ് ഓവർ ഉണ്ടാവും. അത് അധികാരത്തിന്റെ ഒരു ലഹരിയാണ്. ആ 65 വർഷം നിരന്തരമായി ഭരണം നടത്തിയതിന്റെ ഹാങ് ഓവർ, കെട്ട്, ലഹരി ഇപ്പോഴും കോൺഗ്രസിന്റെ പഴയ പല നേതാക്കന്മാർക്ക് വിട്ടിട്ടില്ല. അതുകൊണ്ട് പാർലമെന്റിൽ നമ്മുടെ ആളുകൾ പറയാറുണ്ട്, ഇപ്പോഴും കോൺഗ്രസ്സുകാർ എല്ലാവരും തന്നെ ഇരിക്കുന്നു അധികാരത്തിൽ. ഈ അധികാരം എന്ന് പറയുന്നത്, ഭരണം എന്ന് പറയുന്നത് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു നെഹ്റു കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് എന്ന ഒരു അന്ധവിശ്വാസം വളരെ ആസൂത്രിതമായി നമ്മുടെ നാട്ടിലെ ജനമനസ്സുകളിൽ വിതച്ച് പടർത്തി എടുത്തിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്ക്. അധികാരം അവരുടെതാണ്. അതാണ് ഞാൻ 3 പേരുടെ കുടുംബത്തിന്റെ അവരുടെ താല്പര്യങ്ങൾ. ശ്രീമതി സോണിയ, ശ്രീ രാഹുൽജി, ശ്രീ പ്രിയങ്ക, ഈ 3 ആളുകൾ അവരാണ്. അവരെ ചുറ്റിപ്പറ്റി അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ഭാഗ്യം, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭാരതത്തിലെ 142 കോടി മനുഷ്യരുടെ താല്പര്യത്തെ, ഭാഗ്യത്തെ കൂട്ടിക്കെട്ടി നടത്തുന്ന ഒരു കസർത്ത് കളിയാണ് ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് പിന്നെ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു കൊണ്ടുവരാം. ബി രവീന്ദ്രൻ, നാരായണപ്പെട്ട് ഇവർ പറഞ്ഞു ഒരു കാരണവശാലും പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അവരോട് പിന്നീട് നിങ്ങളുടെ രഹസ്യം എടുത്ത അപ്പുറത്തിരിക്കുന്ന ശിവരാജൻ ഉണ്ടാകും. അദ്ദേഹം ശിവരാജൻ തന്നെയാണ്. 25-26 കൊല്ലം സ്വന്തം വാർഡിൽ എല്ലാ മുന്നണികളെയും തോൽപ്പിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വിജയം വരിച്ചിട്ടുള്ള ഒരാളെയാണ് നമുക്കിവിടെ. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇവർ പറഞ്ഞു, ഞാൻ എല്ലാ കാര്യം പറയുക. അതുകൊണ്ട് ഇന്നും CK പത്മനാഭന്റെ പരാമർശം ബി.ജെ.പി. നേതൃത്വം വിവരം തേടിയിരുന്നു. കാസർകോട് ലോക്സഭാ മണ്ഡലം NDA തിരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗം CK പത്മനാഭനോടാണ് നേതൃത്വം വിവരം തേടിയത്. കാസർകോട്ടെ കൺവെൻഷനിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ച് ബി.ജെ.പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ CK പത്മനാഭനെ ഫോണിൽ വിളിച്ചാണ് വിവരങ്ങൾ തേടിയത്. ഇതൊക്കെ കണക്കിലെടുക്കാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനാവില്ല. എറണാകുളം, മാലത്തൂർ, വയനാട് സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ, ജില്ലാ സെക്രട്ടറി BB ഗോപകുമാർ എന്നിവർക്കാണ് സാധ്യതാ പട്ടികയിലുള്ളത്. എറണാകുളത്ത് മേജർ രവിയോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടതാണ് സൂചന. അവിടെ ഡോക്ടർ KS രാധാകൃഷ്ണനെയും വയനാട്ടിൽ CK ജാനുവിനെയും പരിഗണിച്ചിരുന്നു. ആലത്തൂരിൽ 1-ലധികം പേരുകൾ പരിഗണനയിലുണ്ട്. ഇതിന്റെയെല്ലാം കേന്ദ്ര ഘടകത്തിന്റേതാണ് അന്തിമ വാക്ക്. കേന്ദ്ര ഘടകത്തിന് നിർണയമാക്കുന്നത് വിവിധ ഏജൻസികളുടെ സർവേ റിപ്പോർട്ടും. സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട് 2ാം സ്ഥാനത്താണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.